കൂട്ടുകാരെ, യേശു എന്റെ ഫ്രണ്ട്, യേശു എന്റെ മാസ്റ്റർ, യേശു എന്റെ രാജ, യേശു എന്റെ സർവസ്വം. യേശു എന്റെ ഫ്രണ്ട്, യേശു എന്റെ മാസ്റ്റർ, യേശു എന്റെ രാജ, യേശു എന്റെ സർവസ്വം. ഈശോയെ ഇങ്ങനെ ആ സ്വന്തം കൂട്ടുകാരനുമായി സഹോദരനായി കണ്ട് പിതാവായ ദൈവത്തിന്റെ മടിയിലിരുന്ന് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്നിങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂട്ടുവിളിച്ച് സന്തോഷത്തോടെ ആയിരിക്കുന്ന കുഞ്ഞുമക്കളെ, ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സ്തുതി ചൊല്ലാം. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, എല്ലാവരും ഇടതുകരം ഇവിടെ വെച്ചേ, എന്നിട്ട് സ്തുതി ചൊല്ലാം. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആ ത്രിത്വത്തിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് സ്തുതി ചൊല്ലാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ ആമേൻ. എല്ലാവർക്കും സുഖാണോ? സന്തോഷാണോ? നമുക്ക് ഇരിക്കാം. എന്നിട്ട് എന്തൊക്കെയുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വിശേഷങ്ങള്? എല്ലാരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ വേദപാഠമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഓടി വന്നിരിക്കുക അല്ലേ? അതെ, ഈശോ ആരാണ്, ഈശോ എന്നെ എങ്ങനെ നയിക്കുന്നു എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണല്ലേ? കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു പഠിച്ചത്? പരിശുദ്ധാത്മാവ് എങ്ങനെ സ്ലീഹന്മാരുടെ മേൽ എഴുന്നള്ളി വന്നു എന്ന് പഠിച്ചല്ലേ? പിന്നെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സൂപ്പർ ഗിഫ്റ്റിനെ കുറിച്ച് പഠിച്ചല്ലേ? ആ ഗിഫ്റ്റ് എൻ്റെ ഉള്ളിൽ ഉണ്ട്, അതെങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എങ്ങനെയാ വന്നതെന്നൊന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ഒരു സസ്പെൻസ് കൊണ്ട് നമ്മുടെ ക്ലാസ് അങ്ങ് നിർത്തിയിട്ട് നമ്മൾ എങ്ങനെ നമ്മുടെ ഉള്ളിൽ ആ പവർ വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ ഈ ആഴ്ച? അതെ, കാത്തിരിക്കണം, ദാഹിക്കണം, ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആ പവർ എങ്ങനെ എൻ്റെ ഉള്ളിൽ വന്നു എന്നറിയാനായിട്ടൊന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോ പ്രാർത്ഥിക്കാം. ആ ദാഹത്തോടെ തന്നെ കുഞ്ഞുമക്കള് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് കണ്ണുകൾ അടച്ചേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ കൂട്ടുകാരനാണ്, സഹായകനാണ്, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു, നയിക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാം. പരിശുദ്ധാത്മാവേ, അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഞങ്ങളെ നയിക്കുന്നത്, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞുമക്കൾ ഈ ആഴ്ച കാത്തിരിക്കുക. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ പഠിപ്പിക്കണമേ, ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കൂട്ടുകാരെ, അപ്പൊ നമ്മുടെ സസ്പെൻസിലേക്ക് നമ്മൾ വരുന്നതിന് മുൻപ് ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. കഴിഞ്ഞ ആഴ്ച പഠിച്ചതൊക്കെ റാപ്പിഡായിട്ട് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. എന്നാലല്ലേ നമ്മളതൊക്കെ ഒന്ന് ഓർത്തിരിക്കുള്ളൂ. എന്നാലല്ലേ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറച്ചിരിക്കുള്ളൂ. നമ്മൾ എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ച പഠിച്ചത്? പിതാവായ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള, ഈശോ നമുക്ക് തന്ന ഒരു സൂപ്പർ ഗിഫ്റ്റ്. ആരായിരുന്നു ആ സൂപ്പർ ഗിഫ്റ്റ്? റൈറ്റ്, പരിശുദ്ധാത്മാവായ ദൈവം, നമ്മുടെ സഹായകൻ, നമ്മളെ ശക്തിപ്പെടുത്തുന്നവൻ, നമ്മുടെ കൂടെ നടക്കുന്ന ആ പരിശുദ്ധാത്മാവായ ദൈവം അല്ലേ? പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സ്ലീഹന്മാരുടെ മേൽ വന്ന് നിറഞ്ഞത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെയാണ് വന്ന് നിറഞ്ഞത്? ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ ശിഷ്യന്മാർക്കൊക്കെ ഭയങ്കര പേടി, കൂടെ ആരുമില്ല എന്നൊരു തോന്നല്, സങ്കടം, വിഷമം. അവരിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈശോ അവരോട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്കൊരു സൂപ്പർ പവർ വരും, അതുവരെ നിങ്ങൾ ഒരിടത്തും പോവണ്ട, പ്രാർത്ഥിച്ചിരിക്കാൻ പറഞ്ഞായിരുന്നു.
അവരങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോ സെഹിയോൻ മാളിക മുറിയില് അവരങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയോട് കൂടെ, അല്ലേ? എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഏതൻ നമ്മൾ കണ്ടില്ലായിരുന്നോ കഴിഞ്ഞ ആഴ്ച? എന്തായിരുന്നു സംഭവിച്ചത്? കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം അവര് സമ്മേളിച്ചിരുന്ന, അവര് കൂടിയിരുന്ന ആ വീട് മുഴുവൻ നിറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചേ? അന്ന പറ അന്ന. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. എങ്ങനെയുള്ള രൂപത്തിലാണ് പരിശുദ്ധാത്മാവ് വന്നത്? അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപത്തിൽ, അല്ലേ? അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇങ്ങനെ പേടിച്ച് വിഷമിച്ച് കരഞ്ഞിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് അങ്ങ് നിറഞ്ഞു കഴിഞ്ഞപ്പോ അവര് ഈശോയെ അങ്ങ് പ്രഘോഷിക്കാൻ തുടങ്ങി. ഈശോയെ കുറിച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ പ്രസംഗം കേട്ടിട്ട് ഒരു ദിവസം തന്നെ എത്ര പേരാണ് മാമോദിസ മുങ്ങി ഈശോയെ സ്വീകരിച്ചത്? ഈശോയെ രക്ഷകനായി എത്ര പേര് സ്വീകരിച്ചു? ഒരു ദിവസം തന്നെ 3000-ഓളം പേര് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് സ്ലേഹന്മാരുടെ ഉള്ളിൽ നിറഞ്ഞത്, അവരെ ശക്തിപ്പെടുത്തിയത് എന്നൊക്കെ നമ്മൾ കണ്ടു. പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ ഉണ്ട്, നിന്റെ ഉള്ളിലുണ്ട്, കുഞ്ഞിന്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നത്? എങ്ങനെയാണ്? തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്നത്. തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ. ഉറക്കെ പറഞ്ഞേ, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നിറയുന്നത്? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സൈഡില് നമ്മുടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, നമ്മുടെ ഫ്രണ്ടായിട്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ഇനി ഒരു കാര്യം ചെയ്യാനും പേടിക്കേണ്ട ആവശ്യമില്ല. ടീച്ചേഴ്സ് ഹോംവർക്ക് തരുമ്പം അല്ലെങ്കിൽ കുറേ ജോലികൾ നമ്മളോട് ചെയ്യാനും വർക്ക് ചെയ്യാനൊക്കെ പറയുമ്പോ പേടിക്കണ്ട കേട്ടോ. ഫ്രീ ആയിട്ടൊരു ഗിഫ്റ്റേ നമുക്ക് ഈശോ തന്നിട്ടുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവിനെ എപ്പോഴും നിങ്ങൾ കൂട്ടി വിളിക്കണം കേട്ടോ. ഈ പരിശുദ്ധാത്മാവ് തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ട്. ഏത് കൂദാശയാണ്? തൈലാഭിഷേകം എന്ന കൂദാശ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് തൈലാഭിഷേകം എന്ന കൂദാശ എന്ന് കേട്ടോ. കുഞ്ഞു വാവമാരുടെയൊക്കെ മാമോദിസ കണ്ടിട്ടില്ലേ? ഇപ്പൊ മാമോദിസ വേളയില് ഇപ്പൊ മാമോദിസായും തൈലാഭിഷേകം എന്ന കൂദാശയും അതുപോലെ വിശുദ്ധ കുർബാനയും കുഞ്ഞു വാവന്മാർക്ക് നൽകും. നമുക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാമോദിസ വേളയില് നമുക്ക് മാമോദിസായും തൈലാഭിഷേകവും പിന്നെ വിശുദ്ധ കുർബാനയും ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ തൈലാഭിഷേകം എന്ന കൂദാശ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വൈദികൻ പരിശുദ്ധമായ ഒരു തൈലത്തിൽ വിരലുകൾ മുക്കി നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരയ്ക്കുന്നത് നമ്മൾ നമ്മുടെ മാമോദിസ ഓർക്കണില്ല അല്ലെ? ഏതെങ്കിലും കുഞ്ഞു മാമന്മാരുടെ മാമോദിസ നമ്മൾ കണ്ടിട്ടില്ലേ? അതെ, അങ്ങനെ തൈലാഭിഷേകം എന്ന കൂദാശ മാമോദിസ വേളയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നു. എന്താണ് തൈലാഭിഷേകം എന്ന് നമുക്ക് പഠിക്കാം. ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. എന്താണ് തൈലാഭിഷേകം എന്ന കൂദാശ എന്ന്? മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് ദൈവ മക്കളായി തീർന്ന നമുക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ചൈതന്യവും നൽകുന്ന കൂദാശയാണ് തൈലാഭിഷേക കൂദാശ. ഇത്രേ ഉള്ളൂ. മാമോദിസയിലൂടെ നമ്മള് വീണ്ടും ദൈവമക്കളായിട്ടല്ലേ ജനിക്കുന്നത്? വീണ്ടും ജനിക്കുകയാണെന്ന് നമ്മൾ പഠിച്ചില്ലേ മാമോദിസയിലൂടെ? അങ്ങനെ നമ്മള് ദൈവമക്കളായി കഴിയുമ്പോ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, ഈശോയെ പ്രഘോഷിക്കുവാൻ, പ്രസംഗിക്കുവാൻ ഒക്കെ
ഒക്കെ നമുക്ക് ശക്തി തരുന്ന, പവർ തരുന്ന കൂദാശയാണ് എന്ത്? തൈലാഭിഷേക കൂദാശ. ഈ തൈലാഭിഷേക കൂദാശ പരികർമ്മം ചെയ്യുന്നത് ആരാണ്? ആരാണ് തൈലാഭിഷേകം എന്ന കൂദാശ നമുക്ക് നൽകുന്നത്? മെത്രാനോ വൈദികനോ ആണ് കേട്ടോ. മെത്രാനോ വൈദികനോ ആണ് തൈലാഭിഷേകം എന്ന കൂദാശ നമുക്ക് നൽകുന്നത്. ഓർത്ത് വെക്കണം, മറന്നു പോകരുത് കേട്ടോ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ. മെത്രാനോ വൈദികനോ ആണ് തൈലാഭിഷേകം എന്ന കൂദാശ നമുക്ക് നൽകുന്നത്. ഇനി ഒരു കാര്യം കൂടെ, തൈലാഭിഷേകം എന്ന കൂദാശയിൽ വിശുദ്ധമായ ഒരു തൈലം വെച്ചാണ് നമ്മളെ മുദ്ര ചെയ്യുന്നത് അല്ലെ? ആ തൈലത്തിന്റെ പേരെന്താണെന്ന് അറിയോ? മൂറോൻ. പറഞ്ഞേ, മൂറോൻ. വിശുദ്ധമായ ഒരു തൈലമാണ് കേട്ടോ. ഈ തൈലം വെച്ച് നമ്മുടെ നെറ്റിയിൽ മുദ്ര ചെയ്ത് കഴിയുമ്പോ ഇത് എന്നേക്കുമായിട്ട് മാറാത്തൊരു മുദ്രയായിട്ട് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും. അപ്പോ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഉള്ളിൽ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ച് കാത്തിരിക്കലായിരുന്നോ? എങ്ങനെയാണ് വന്നത്? തൈലാഭിഷേകം എന്ന കൂദാശയിലൂടെ അല്ലെ? ഇനി ഒരു കാര്യം കൂടി, തൈലാഭിഷേകം എന്ന കൂദാശ എന്താന്ന് നമ്മൾ കണ്ടു. ഇനി തൈലാഭിഷേകം എന്ന കൂദാശ നമുക്ക് നൽകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്നും കൂടെ നോക്കാം. എന്താണത്? തൈലാഭിഷേകം എന്ന കൂദാശ വഴി നമുക്ക് പരിശുദ്ധാത്മാവ് നന്മ ചെയ്യുവാനുള്ള ശക്തിയും പ്രചോദനവും പ്രേരണയും നൽകുന്നു. പിന്നെ എന്താണ്? ക്രിസ്തുവിന്റെ പടയാളികളാകുവാനുള്ള ആത്മധൈര്യവും ആര് നൽകുന്നു? പരിശുദ്ധാത്മാവ് നൽകുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിക്കാൻ റെഡിയാണോ? അതെ അല്ലേ? അപ്പൊ ഇനി ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം ഓർത്തു വെച്ചോണം. പരിശുദ്ധാത്മാവ് ഫ്രണ്ടാണേ, നമ്മുടെ ഉള്ളിൽ ഉണ്ടേ. ഇനി അങ്ങ് ദൂരെ കിടക്കുന്ന ഒരാളൊന്നും അല്ലാട്ടോ. നമുക്ക് ഈശോ തന്നിട്ടുള്ള ഫ്രീ ഗിഫ്റ്റ് ആട്ടോ. എപ്പോഴും വിളിക്കണം പരിശുദ്ധാത്മാവിനെ. അപ്പൊ നമ്മൾ ടാബ്ലറ്റ് കഴിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച ടാബ്ലറ്റിന്റെ കാര്യം. ഇത്രയാണ്. പരിശുദ്ധാത്മാവെ നിറയണമേ, പരിശുദ്ധാത്മാവെ നിറയണമേ എന്നിങ്ങനെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടക്കണം കേട്ടോ. പിന്നെ ഹോംവർക്ക് ആയിട്ട് എന്താണ് തൈലാഭിഷേകം എന്ന കൂദാശ എന്ന് ഒരു ബുക്കിൽ എഴുതി പരിശുദ്ധാത്മാവിന്റെ പടമൊക്കെ വരച്ച് കളർ അടിച്ച് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം കേട്ടോ. ചെയ്യില്ലേ? ഓക്കെ, നിങ്ങൾ എടുക്കരാന്ന് അറിയാട്ടോ സിസ്റ്ററിന്. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി പിടിച്ചേ. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളെ നയിച്ചതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇനി അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെ നിറയണമേ പരിശുദ്ധാത്മാവേ, നയിക്കണമേ പരിശുദ്ധാത്മാവേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.